നിലമ്പൂരിൽ നാളെയാണ് കൊട്ടിക്കലാശം. പ്രചാരണം അവസാന റൗണ്ടിൽ എത്തുമ്പോൾ ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ്. എം സ്വരാജിന്റെ സ്വീകരണ യോഗങ്ങളിൽ രാഷ്ട്രീയത്തിന് അതീതമായി വൻ ജനക്കൂട്ടമാണ് എത്തുന്നത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നിലമ്പൂരിലുണ്ട്. വിവരങ്ങളുമായി ഷമി പ്രഭാകർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. നോക്കാം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ആവേശ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ഷമി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാളെ കൊട്ടിക്കലാശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അവസാന ലാപ്പിൽ തിരക്ക് പിടിച്ച പ്രചാരണ പ്രവർത്തനങ്ങളാണ്. LDFനെ സംബന്ധിച്ച് ഇന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി മണ്ഡലത്തിലുണ്ട്. കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുക്കും. മഹാകുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നതാണ് LDFന്റെ ഇന്നത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ സ്വരാജിന്റെ പര്യടനം ഇന്ന് എവിടെയൊക്കെയാണ്? കൊട്ടിക്കലാശമാകുമ്പോൾ 2 റൗണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളാണ് സ്ഥാനാർത്ഥി നേതൃത്വം നൽകിയത്. ഇന്ന് വൈകിട്ട് പഞ്ചായത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾ നടത്തുക. അവസാന പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോഴേക്കും LDFന്റെ ആത്മവിശ്വാസം അങ്ങേയറ്റം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് വേദികളിലേക്കും എത്തുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എതിർകേന്ദ്രങ്ങളുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വലിയൊരു വിഭാഗം ജനങ്ങളെ വലിയൊരു സ്വീകാര്യത നമുക്ക് ഇവിടെ എം സ്വരാജിന് ലഭിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ജനക്കൂട്ടം എല്ലായിടങ്ങളിലേക്കും ഒഴുകിയെത്തുന്നു. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ മനസ്സ് ഹൃദയം കീഴടക്കിക്കൊണ്ട് മനോഹരമായ വാക്കുകളിൽ എം സ്വരാജ് മുന്നേറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അവരുടെ ആത്മവിശ്വാസം ഏറ്റുന്നതാണ് ഓരോ മിനിറ്റിലെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ശക്തമായ മഴയെ അവഗണിച്ച് പോലും ആയിരക്കണക്കിന് ആളുകൾ പ്രചരണ യോഗങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രവർത്തകരുടെ ഒപ്പം തന്നെ LDFന്റെ സംഘാടന സംവിധാനത്തിൻ്റെ മികവ്, ഇതൊക്കെ LDFനെ സംബന്ധിച്ച് ഓരോ മിനിറ്റിലും ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഷമി, നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് തുടങ്ങാം. തീർച്ചയായും രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വലിയ ജനവിഭാഗത്തെ ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സ്വരാജിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം. ഇടത് കേന്ദ്രങ്ങളെ സംബന്ധിച്ചും അത് തന്നെയാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലേക്കും എത്തുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആൾക്കാർ അവര് എത്തി പലപ്പോഴും സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങള് നിങ്ങളുടെ രാഷ്ട്രീയമൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഇത്തവണ ഞങ്ങൾ സ്വരാജിന് വോട്ട് ചെയ്യും എന്ന ഒരു വാക്ക് അവരുടെ പല ആൾക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ LDFന്റെ എല്ലാ നേതാക്കന്മാരും എത്തി. മുഖ്യമന്ത്രി 3 ദിവസം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രീയമായ വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത്. അതിൽ UDFന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും സംസാരിച്ചു. മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സംഘടന, അങ്ങനെ ഒരു സംഘടനയെ എങ്ങനെയാണ് കൈപിടിച്ച് UDFിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ട്. തങ്ങളുടെ തോൽവിയെ കുറിച്ചുള്ള ഭീതിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലേക്ക് പോകേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് നേതാക്കന്മാരെല്ലാം തന്നെ തങ്ങളുടെ പ്രസംഗങ്ങളിൽ പറഞ്ഞത് കഴിഞ്ഞ 9 വർഷത്തെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ്. ഈ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. അവിടുത്തെ ഒരു 3ാം LDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകണം, അതിന്റെ ഒരു തുടക്കമായി നിലമ്പൂർ മാറണം എന്നുള്ളതാണ്. ഇന്ന് CPIMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി നിലമ്പൂരിലുണ്ട്. അദ്ദേഹം വൈകിട്ട് കുടുംബ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1000-ഓളം വലിയ മഹാകുടുംബ യോഗങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. LDFന്റെയും CPIMന്റെയും നേതാക്കന്മാരെല്ലാം ഈ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ബൂത്ത് തലം വരെ ഉള്ള സ്ഥലങ്ങളിൽ സംസ്ഥാന നേതാക്കൾ അടക്കം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് LDF നടത്തുന്നത്. മന്ത്രിമാരും MLAമാരും അടക്കമുള്ളവർ ഇവിടെ ഓരോ ബൂത്തിലേക്കും എത്തി ഓരോ വീടുകളിൽ താമസിച്ച് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജനങ്ങളിലേക്ക് വലിയ വിശ്വാസം ആർജിച്ചെടുക്കാൻ LDFന് ഈ തെരഞ്ഞെടുപ്പിൽ കഴിയുന്നു എന്നുള്ളതാണ്. അത് എടുത്തു പറയേണ്ടത് ഇന്ന് കൂട്ടുകലിൽ സ്വരാജിന്റെ ജന്മദേശമാണ്, അദ്ദേഹം പഠിച്ച സ്ഥലമാണ്, അദ്ദേഹം വിട്ടുവെച്ച് നടന്ന സ്ഥലമാണ്. അവിടുത്തെ പൊതുയോഗത്തിലെത്തിയ ഒരു വലിയ ജനക്കൂട്ടം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള ഒരു ജനക്കൂട്ടമായിരുന്നു. സ്വരാജിനെ പഠിപ്പിച്ച അധ്യാപകരും അദ്ദേഹത്തിന്റെ പഴയകാല സുഹൃത്തുക്കളും അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ രാഷ്ട്രീയമൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ LDF കേന്ദ്രങ്ങൾ തികഞ്ഞ ശുഭാപ്തിവിശ്വാസത്തിലാണ് മുന്നോ.
ശരി, ഏതായാലും എൽ ഡി എഫിന്റെ വലിയ ആത്മവിശ്വാസം നമുക്ക് ഓരോ ഘട്ടത്തിലും കാണാൻ കഴിയുന്നുണ്ട്. നാളെയാണ് കൊട്ടിക്കലാശം. അപ്പോൾ ഇത്രയും ദിവസം കാടിളക്കി നാടിളക്കി നടത്തിയ തീപാറുന്ന പ്രചരണത്തിനൊടുവിൽ നാളെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ്. ആ കൊട്ടിക്കലാശത്തെ ആഘോഷമാക്കാനുള്ള ആവേശമാക്കാനുള്ള ഒരുക്കങ്ങളിലാണ് അവിടെ എൽ ഡി എഫ് പ്രവർത്തകർ. ഒപ്പം തന്നെ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട പര്യടനത്തിൽ സ്ഥാനാർത്ഥി തിരക്കിലാണ്. നമുക്ക് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏറ്റവും ആവേശത്തോടെ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഒരു സ്വീകാര്യത കിട്ടിയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണം നമുക്ക് എൽ ഡി എഫിന് നൽകിയ ഒരു ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ എൽ ഡി എഫ് ക്യാമ്പ് മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ കൊട്ടിക്കലാശത്തിൻ്റെ തൊട്ടു തലേ ദിവസം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.